ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മാങ്ങയിട്ടൊരു മീൻ കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ഫിഷ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തേക്കുന്ന അയില മീനാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ, ഒരു പച്ചമാങ്ങ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 5 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പം നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഫിഷൊക്കെ ഒന്ന് വേവാൻ വേണ്ടി 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. റെഡിയായോ എന്ന് നോക്കാം. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇത് 1 മിനിറ്റ് കൂടി ഒന്ന് തിളക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് മാങ്ങയിട്ട് ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് എടുക്കട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ച് മാങ്ങയിട്ട് ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കിയത് കൊണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പത്തിരയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പിയായിട്ട് കാണാം. ബൈ.